മുനമ്പത്ത് കിടപ്പാടത്തിനായി സമരം ചെയ്യുന്ന നിരവധി ആളുകളുടെ വാർത്ത ഞങ്ങൾ ലോകത്തോട് പറഞ്ഞു. ഇവിടെയും അതിനോട് ഉപമിക്കാവുന്ന മറ്റൊരു സമരം നടക്കുന്നുണ്ട് ഈ കൊച്ചിയുടെ ഹൃദയഭാഗത്ത്. അത് നിങ്ങളിലേക്ക് എത്തിക്കുവാനാണ് ഞാൻ എത്തിയിരിക്കുന്നത്. എന്നോടൊപ്പം ഉള്ളത് കേരള കൗമുദിയുടെ കൊച്ചി ബ്യൂറോ ചീഫ് ശ്രീ ടി കെ സുനിൽകുമാറാണ്. വഖഫ് നിയമത്തിന്റെ പേരിൽ കുടിയൊഴിപ്പിക്കൽ ഭീഷണി നേരിടുന്ന 614 കുടുംബങ്ങളുണ്ട്. എന്നാൽ ഇവിടെ നമ്മൾ കാണാൻ പോകുന്നത് ഈ മുനമ്പ് ഭൂമിയുടെ ആധാരമായ അബ്ദുൽ സത്താർ മൂസ ഹാജി സെറ്റ് എന്ന് പറയുന്ന ആളുടെ ഏറ്റവും അതേ രക്തത്തിൽ പിറന്ന അതേ തലമുറയിലെ 4ാം തലമുറയിലെ ഷംസാദ് ഹുസൈൻ സേട്ട് എന്നുള്ള ഒരു വീട്ടമ്മ ഈ പിറന്ന മണ്ണിൽ നിന്ന് അവരുടെ പൂർവ്വപിതാക്കന്മാരുടെ ഗന്ധമുറങ്ങുന്ന മണ്ണിൽ നിന്ന് പുറത്തു പോകാതിരിക്കാൻ വേണ്ടി വഖഫ് ബോർഡിനോട് നടത്തുന്ന യുദ്ധത്തെക്കുറിച്ചുള്ള കഥകളാണ് നമ്മൾ ഇന്ന് ഇവിടെ കേൾക്കുന്നത്. ഈ കാണുന്നത് പ്രൗഢം എങ്കിലും പഴമയുടെ എല്ലാ പരിക്കുകളുമുള്ള കെട്ടിടമാണ്. ഈ കെട്ടിടത്തിലാണ് ഷംഷാദും സഹോദരനും താമസിക്കുന്നത്. മോഹൻലാൽ നായകനായ സൂപ്പർ ഹിറ്റ് ചിത്രം വിയറ്റ്നാം കോളനിയിലെ മൂസ സേട്ടുവിനെ ഓർമ്മയില്ലേ? അതുപോലൊരാൾ പണ്ട് കൊച്ചിയിൽ ജീവിച്ചിരുന്നു. അബ്ദുൽ സത്താർ ഹാജി മൂസ സേട്ട്. അദ്ദേഹത്തിന്റെ ജീവിതകഥയാണ് വിയറ്റ്നാം കോളനിയിൽ പറയുന്നത് എന്നാണ് നമുക്കറിയാവുന്നത്. ഒരു കാലത്ത് 100 കണക്കിന് ഏക്കർ ഭൂമിയുടെ ഉടമയായിരുന്ന സേട്ടിന്റെ കൊച്ചുമക്കൾ, അതായത് മകളുടെ മകന്റെ മക്കളായ ഷംഷാദും സഹോദരനും ഇപ്പോൾ പിറന്ന മണ്ണിനായുള്ള പോരാട്ടത്തിലാണ്. ആകെയുള്ള കിടപ്പാടത്തിൽ നിന്നും ഇവരോട് കുടിയിറങ്ങാൻ ആവശ്യപ്പെട്ടിരിക്കുകയാണ് വഖഫ് ബോർഡ്. കൊച്ചിയിലെ പുല്ലേപ്പടിയിലെ കണ്ണായ സ്ഥലത്തുള്ള സ്വന്തം വീടിനായുള്ള പോരാട്ടത്തിലാണ് 68-കാരിയായ ഷംഷാദ്. മുനമ്പത്ത് ഒരു കൂട്ടം ആളുകൾ സമരം ചെയ്യുകയാണ്. ഷംഷാദ് എന്ന 68-കാരിയും സമരം ചെയ്യുകയാണ്. അതും അബ്ദുൽ സത്താർ സേട്ടിൻ്റെ പരമ്പരയിൽപ്പെട്ട, ആ കുടുംബത്തിൽ, ആ ചോരയിൽപ്പെട്ട രക്തത്തിൽ പിറന്ന മകളാണ് അബ്ദുൽ സത്താർ സേട്ടിൻ്റെ മകളുടെ മകൻ്റെ മകള്. അപ്പോൾ എന്തിനാണ് അവരുമായി ഇപ്പോൾ വ്യവഹാരത്തിലുള്ള അല്ലെങ്കിൽ ഒരു നിയമ പോരാട്ടത്തിലുള്ള? അതായത് നമ്മുടെ BN ജമാലി എനിക്കൊരു നോട്ടീസ് ഫയൽ ചെയ്തു. ഞാൻ ഈ വീട്ടിൽ അതിക്രമിച്ച് കയറിയതാണെന്ന് പറഞ്ഞിട്ട്. അതായത് നിങ്ങൾ സ്വന്തമായി നമ്മുടെ സ്വന്തം ട്രസ്റ്റ്, അബ്ദുൽ സത്താർ ഹാജി മൂസയുടെ ട്രസ്റ്റ് എന്ന് പറയുമ്പോൾ കുടുംബക്കാർക്കുള്ള ട്രസ്റ്റാണ്. ഈ ട്രസ്റ്റിൽ മക്കൾക്കിൻ്റെ പേരിൽ ഒരു നോട്ടീസ് അയക്കുക, അതിക്രമിച്ച് കയറിയതാണ്, എൻക്രോച്ചറാണ് എന്ന് പറഞ്ഞു. അപ്പോൾ ഇത് കണ്ടുകൊണ്ടിരിക്കുന്നവരുടെ ഒരു ക്ലാരിറ്റിക്ക് വേണ്ടി നമുക്ക് ഒരു കാര്യം കൂടി പറയാം. അബ്ദുൽ സത്താർ മൂസ സേട്ട് തൻ്റെ സ്വത്ത് വകകൾ 2 ലിസ്റ്റായി തരംതിരിച്ചു. അതായത് അതിൽ ഒരു ലിസ്റ്റ് വഖഫ് ചെയ്തു, മറ്റൊരു ലിസ്റ്റ് ട്രസ്റ്റായി രൂപപ്പെടുത്തി. അതായത് 1999 കന്നിമാസം 25-ാം തീയതി ആണ് ഒരു വിൽപത്രം ഉണ്ടാക്കുന്നത്. ഈ വിൽപത്രത്തിൽ അദ്ദേഹം ക്ലിയർ ആയിട്ട് എഴുതിയിട്ടുണ്ട്, ഈ പട്ടിക ഞാൻ വഖഫ് ചെയ്തിരിക്കുന്നു. അത് വഖഫ് എന്ന് പറയുന്നത് പബ്ലിക് വഖഫായിട്ടാണ്. ഇത് പ്രൈവറ്റ് വഖഫാണ്. ട്രസ്റ്റ് എന്ന് പറഞ്ഞാൽ ധർമ്മസ്ഥാപനം ഇസ് എ പ്രൈവറ്റ് വഖഫ്. പ്രൈവറ്റ് വഖഫ് എന്ന് പറയുമ്പോൾ കുടുംബക്കാർക്കുള്ളതാണ്, കുടുംബത്തിലെ അവകാശികൾക്കുള്ളതാണ്. ഈ ഒരു മുസ്ലിം വ്യക്തിയുടെ മുഴുവൻ സ്വത്തുക്കളും വഖഫ് ചെയ്യില്ല സർ. 1/3 ഭാഗം മാത്രമേ ശരീഅത്ത് പ്രകാരം ചെയ്യാൻ പാടുള്ളൂ എന്ന് നമ്മുടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. അത് കൽപ്പനയാണത്, അങ്ങനെ ചെയ്യാൻ പാടുള്ളൂ. മുഴുവൻ സ്വത്തുക്കൾ ഒരു മനുഷ്യൻ അള്ളാഹുവിലേക്ക് സമർപ്പിച്ച് കളഞ്ഞാൽ പിന്നെ അതിൽ നിന്നിട്ട് ഒരു രൂപ പോലും, ഒരു 50 പൈസ പോലും തിരിച്ച് ഒരു ചായ കുടിക്കാൻ എടുക്കാൻ പറ്റില്ല അയാൾക്ക്. പിന്നെ അതുകൂടാതെ ഒരു വ്യക്തി, മുസ്ലിമായ ഒരു വ്യക്തിക്ക് മക്കളുണ്ട്, ആ വഖഫ് ചെയ്ത സ്വത്ത് മക്കളിലേക്ക് വരാനും പാടില്ല തിരിച്ച്. അയാൾ അതെല്ലാം ഗവനിച്ചിട്ട് വേണം ഒരു വ്യക്തി വഖഫ് ചെയ്യാൻ ശരീഅത്ത് പ്രകാരം. അയാൾക്ക് വസ്ത്രം ഇടണം, അയാളുടെ മക്കൾക്ക് ആഹാരം കഴിക്കണം, അയാൾക്ക് വീട്ടിൽ പല ചിലവുകളും ഉണ്ടാവും. ഇതെല്ലാം വഖഫ് ചെയ്ത സ്വത്തിൽ നിന്ന് തിരിച്ചെടുക്കാൻ പറ്റില്ല സർ.
അപ്പോൾ എൻ്റെ ഉപ്പാപ്പായ അബ്ദുൽ സത്താർ ഹാജി മൂസ നല്ല ഗൗരവത്തോടു കൂടി, നല്ല മനസ്സും അള്ളാഹുവിൻ്റെ പേടിയുള്ള മനുഷ്യനും നല്ല ഹൃദയത്തിൻ്റെ ഉടമയായത് കാരണം കറക്റ്റായിട്ടാണ് എഴുതിയത്. നിങ്ങൾ ആ വിൽപത്രം വായിച്ചു നോക്കുമ്പോൾ തന്നെ അറിയാൻ പറ്റും. പട്ടിക ആലുവായിപ്പള്ളി, അതിൻ്റെ അടുത്തുള്ള കുറച്ച് സ്ഥലങ്ങളും മാലിയങ്കരയും ഒക്കെ ആയിട്ട് അദ്ദേഹം പള്ളിക്ക് വെച്ചു. ബി പട്ടിക ഇങ്ങേര് സത്താർ ഐലൻഡ് കുടുംബക്കാർക്ക് വെച്ചു. അതിൻ്റെ വരുമാനത്തിൽ നിന്ന് പിന്നീട് വന്ന മാനേജിങ് ട്രസ്റ്റിയായ പേരക്കുട്ടിയായ എൻ്റെ വാപ്പാടെ ചേട്ടനും എല്ലാവരും പിന്നീട് വാങ്ങിച്ചേർത്ത വസ്തുവാണിത്. അതിൽ പെട്ടതാണ് പള്ളൂരുത്തിയിലെ കിഴക്കേനകത്തും പുളിത്തറയും 2.25 3.25 ഏക്കർ, തൃപ്പൂണിത്തറയിലെ 25 സെൻറ്റ് സ്ഥലം, മട്ടാഞ്ചേരിയിലെ 3 കൂറ്റം കെട്ടിടങ്ങൾ, ഇതെല്ലാം. പിന്നെ ഇവിടെ 1 ഏക്കർ 16 സെൻറ്റാണ് ഉള്ളത്. അതിൽ ആധാരത്തിലുള്ളത് 88 സെൻറ്റാണ്. ഇതെല്ലാം എൻ്റെ വാപ്പായും വാപ്പാടെ ചേട്ടനും പിന്നീട് വാങ്ങിച്ചേർത്ത വസ്തുവാണ് ആയിട്ടാണ് ഉള്ളത്. ഈ വിൽപത്രത്തിൽ ഈ സ്ഥലങ്ങളൊന്നും പെട്ടിട്ടില്ല. വിൽപത്രത്തിൽ പെടാത്ത സ്ഥലമാണ് ഈ ഇവിടുത്തെ സ്ഥലവും ഈ പള്ളൂരുത്തിയൊക്കെ വിൽപത്രത്തിലില്ല സാർ. ഓൺലി സത്താർ ഐലൻഡ്, വടക്കേക്കര, മുനമ്പുകാട് എന്ന് പറഞ്ഞിട്ടാണ് സത്താർ ഐലൻഡ് 154 ഏക്കറും ആലുവായിപ്പള്ളിയിലെ സ്ഥലമായ പള്ളി ഇരിക്കുന്നതും ചേട്ടുപള്ളി അതും ആ കെട്ടിടവും പിന്നെ മാലിയങ്കരയിൽ കുറച്ച് ഭൂമിയും മാത്രമേ ഉള്ളൂ അതിൽ വിൽപത്രത്തിൽ. അങ്ങനെ അത് വഖഫ് ചെയ്തു, ഇതിപ്പോൾ ട്രസ്റ്റാക്കി രൂപീകരിച്ചു. അങ്ങനെ ജീവിച്ചു പോകുന്നതിനിടയിലാണ് പോയിട്ടുണ്ടായിരുന്ന വാപ്പ വരെ ഞങ്ങൾക്ക് ഒരു പ്രശ്നവും ഉണ്ടായിരുന്നില്ല. അന്നും വഖഫ് ബോർഡ് ഉണ്ട്. വഖഫ് ബോർഡ് സ്വന്തം എൻ്റെ വാപ്പാനോട് അങ്ങനത്തെ ഒരു ഞങ്ങൾക്ക് കെട്ടിടം പണിയാനുണ്ടെന്ന അങ്ങനത്തെ ഒരു ഉദ്ദേശം വെച്ചും കൊണ്ടിട്ട് വാപ്പാക്ക് ഒരു നോട്ടീസ് അയക്കി അന്നത്തെ ചെയർമാൻ. ഒന്നുമില്ല. എന്താ കാര്യം? വാപ്പ അതിൻ്റെ മാനേജിങ് ട്രസ്റ്റി ആയിരുന്നു പേരക്കുട്ടി. ഈ വാപ്പാടെ കാലശേഷം വന്ന ഒരു മാനേജിങ് ട്രസ്റ്റി ഞങ്ങളോട് ഒരു അസൂയ തീർത്തതാണ്. വഖഫ് ബോർഡിലെ ഉദ്യോഗസ്ഥന്മാരെ, അതായത് മെമ്പർമാരെയും ചെയർമാനെയൊക്കെ സപ്പോർട്ട് ചെയ്തിട്ടാണ് എന്നെ മനഃപൂർവ്വം എന്നെയും കൂടി ഈ സ്ഥലത്ത് നിന്ന് ഒഴിവാക്കി കഴിഞ്ഞാൽ വലിയൊരു കോംപ്ലക്സ് പ്രമുഖരായ ഞാൻ പേര് എങ്ങനെ വെളിപ്പെടുത്തുമെന്ന് ഞാൻ വിചാരിക്കണം. ഞങ്ങളുടെ സമുദായത്തിൽപ്പെട്ട ഒരു പണക്കാരനായ വ്യക്തിയായിട്ട് ഒരു കരാറ് ചെയ്തു. അത് നിങ്ങൾക്കൊക്കെ അറിയാമായിരിക്കും. അത് ഞാൻ എങ്ങനെ വെളിപ്പെടുത്താൻ എനിക്കൊരു ബുദ്ധിമുട്ടുണ്ട്. എൻ്റെ ഒരു സമുദായക്കാരനായത് കാരണം ഒരു ഷോപ്പിംഗ് കോംപ്ലക്സ് പണിയിപ്പിക്കാനുള്ള പദ്ധതിയാണ് ചെയ്തത്. എന്നിട്ട് BM ജമാലി എന്നെ വിളിപ്പിച്ചിട്ട് എന്നോട് പറഞ്ഞു, ഷംഷാദിന് ഒരു ഫ്ലാറ്റ് തരാമെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു എനിക്ക് ഫ്ലാറ്റ് ആവശ്യമില്ല. ഞാൻ ജനിച്ച മണ്ണ്, എൻ്റെ വാപ്പാടെ തറവാടാണത്, അതെനിക്ക് കിട്ടണം. അത് സാറിന് തരാൻ പറ്റുമെന്നുണ്ടെങ്കിൽ ചെയ്തു. ഇവിടെ 1 ഏക്കർ 16 സെൻറ്റ് ഉണ്ട്, 88 സെൻറ്റാണ് ആധാരത്തിലുള്ളത്. നിങ്ങൾ വിചാരിച്ചാൽ ഇത് സാധിക്കും. 95 ആക്റ്റിൽ തന്നെ ഉണ്ടല്ലോ എന്ന് പറഞ്ഞു. ഒന്നും നടക്കാൻ പോണില്ല എന്ന് BM ജമാൽ സാറ് എനിക്ക് മറുപടി തന്നു. അത് കഴിഞ്ഞിട്ട് തങ്ങളുടെ കാലം ഉണ്ടായിരുന്നു. അതായത് ഹൈദരലി, ഇപ്പം ഈ ഇടയ്ക്ക് ഞാൻ മൊബൈലിലൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നു ആ തങ്ങളെ. തങ്ങൾ അവിടെ വന്നപ്പോൾ ഞാൻ തങ്ങളെ പോയി കണ്ടു. ഞങ്ങൾ താമസിക്കുന്ന വീട് അതൊന്നും പറ്റില്ല, ഇതെല്ലാം വഖഫാണ്. അതായത് ഞാൻ പറഞ്ഞു ഒന്ന് വിൽപത്രം ഒന്ന് മറിച്ച് നോക്കിക്കൂടെ തങ്ങളെ. അങ്ങേരി എൻ്റെ മുഖത്തും കൂടി ശരിക്കും നോക്കിയില്ല. ഏത് വർഷമാണ് ഇത് നടക്കുന്നത്? അതായത് TK ഹംസക്ക് മുമ്പ് അല്ല, TK ഹംസ ഉള്ളത് ഇപ്പോൾ സക്കീർ സാറ് വന്നേക്കാളും മുമ്പ് TK ഹംസക്ക് മുമ്പ് ഉണ്ടായിരുന്ന അങ്ങേരുടെ തങ്ങളിപ്പോൾ മൊബൈലിലൊക്കെ വന്നിട്ടുണ്ടായിരുന്നു അങ്ങേര്. ഈ ഭൂമി ഉൾപ്പെടുന്ന ഈ ട്രസ്റ്റിന്റെ ഇപ്പൊ ബി പട്ടികയിലുള്ള എനിക്ക് തോന്നുന്നു 8 വസ്തുക്കളുണ്ട്. അതെല്ലാം വഖഫായിട്ട് അവർ വഖഫ് ബോർഡ് പ്രഖ്യാപിച്ചിട്ടുണ്ട്. വഖഫ് ബോർഡ് ഉള്ളത് രജിസ്റ്ററിൽ വഖഫ് ബോർഡ് ചേർത്ത് വെച്ചിട്ടുണ്ട്. വഖഫ് ബോർഡ് ഉള്ളത് ഒരു 2 കൊല്ലത്തിന് മുമ്പും പറഞ്ഞത് ഇതെല്ലാം വഖഫാണെന്ന്. ഇപ്പോഴും പറയുന്ന ആ ഭാഷ തന്നെയാണ് വഖഫ് ബോർഡ് ഉച്ചരിക്കുന്നത്. അത് അവർ പ്രഖ്യാപിച്ചിട്ടുണ്ടോ വഖഫ് ബോർഡാണെന്ന്? ഞാൻ ഗസറ്റ് പബ്ലിക്കേഷൻ എടുത്തു സാർ. ഇതിൽ ഇവർ ഗസറ്റിൽ പബ്ലിക്കേഷൻ ചെയ്യണമെന്നൊരു ഇതുണ്ട്.
ഒക്കെ ബോർഡ് രജിസ്റ്റർ ചെയ്താൽ. അപ്പോൾ അതിൻ്റെ കോപ്പി എടുത്തപ്പോൾ ഞാനൊരു 5 കൊല്ലത്തിന് മുമ്പും 4 കൊല്ലത്തിന് മുമ്പ് ഞാൻ എടുത്തപ്പോൾ ഒക്കെ ബോർഡ് എഴുതിയേക്കണം എന്താണ്, ആലുവായി പള്ളി മോസ്ക് ഇസ് വഖഫ് എന്ന് പറഞ്ഞിട്ട് ഗസറ്റ് പബ്ലിക്കേഷനിൽ എഴുതിട്ടുണ്ട്. പ്രോപ്പർട്ടി ഏതാണെന്ന് ലിസ്റ്റ് കൊടുത്തിട്ടില്ല. അതാണ് 31:30. രണ്ടാമത്തത് ഈ 3300 വഖഫ് ബോർഡ് ഉള്ളത് ഗസറ്റ് പബ്ലിക്കേഷനിൽ കൊടുത്തേക്കണം എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അബ്ദുൽ സത്താർ ഹാജി മൂസ സേട്ട് ധർമ്മസ്ഥാപനത്തിൻ്റെ രജിസ്റ്റേർഡ് നമ്പർ 7/1923 കൊച്ചി സബ് രജിസ്ട്രാർ ഓഫീസ്. ആ സ്വത്തുക്കളൊന്നും എക്സ്ബിറ്റ് ചെയ്തിട്ടില്ല. ആധാരം മാത്രം കാണിച്ചിട്ടില്ല. ആധാരം ഈ അവരുടെ രജിസ്റ്ററിന്റെ കോപ്പി ഉണ്ട്. എന്നുവെച്ചാൽ ആ ആധാരത്തിൽ പറയുന്നതെല്ലാം ആ രജിസ്റ്ററിന്റെ കോപ്പി ഉണ്ട്. ആ കോപ്പി വേണമെങ്കിൽ എൻ്റെ കൈവശം കൊണ്ട് ഞാനിപ്പോൾ കാണിച്ചു തരാം. അതിൽ ആണ് എഴുതി വെച്ചേക്കുന്നത്. അത് എഴുതി വെച്ചത് കാരണം അവർ പറയണ എന്താണ്, ഇത് വഖഫാണ്. എന്നാൽ ഇതിന് 2 നമ്പർ ഉണ്ട്, അത് വ്യക്തമാക്കുന്നില്ല അവർ. ഈ സുപ്രീം കോടതിയിൽ ഒരു കേസ് ഉണ്ടല്ലോ, ഈ പ്രൈവറ്റ് വഖഫ് അത് വഖഫാണോ ട്രസ്റ്റിന്റെ ആണോ എന്നുള്ള ചോദിച്ചിട്ടുള്ള ഒരു കേസ് മാഡം കൊടുത്തിരുന്നല്ലോ. അതെ. അതിന്റെ ഇപ്പോഴത്തെ അവസ്ഥ എന്താണ്? അത് അവിടെ മരവിച്ച് കിടക്കണ രീതിയിലാണ്. എത്ര വർഷം? ഇതിപ്പോ അതൊരു 2010 മുതൽ. ആ കേസിൽ വിധി ഉണ്ടായാലും നമ്മുടെ പ്രശ്നങ്ങൾക്കൊക്കെ ഒരു തീരുമാനമാവില്ലേ? ആവുന്നാണ് പ്രതീക്ഷ. ഇനി വഖഫ് ബോർഡ് ഇപ്പോൾ വിചാരിച്ചു കഴിഞ്ഞാൽ ഇപ്പോൾ ഈ ആക്റ്റിൽ 40 എന്ന് പറഞ്ഞ ഒരു സെക്ഷൻ ഉണ്ട്. അവർക്ക് സ്വമേധയ ഒരു തീരുമാനം എടുത്താൽ മതി. അത് പലവട്ടം അപേക്ഷിച്ചിരുന്നോ? ഞാൻ പലവട്ടം നേരിട്ട് ഞാൻ പറഞ്ഞിട്ടുണ്ട്. അപേക്ഷ കൊടുത്തിരുന്നു. അപേക്ഷ ഇവിടെ കൊടുക്കാൻ വേണ്ടി സ്വീകരിക്കില്ല എന്ന് നമ്മളെ പ്രതികരിക്കാത്തവർ ആകുമ്പോൾ പിന്നെ നമ്മൾ എന്ത് ചെയ്യാനാ? ഇപ്പം ഞാൻ എഴുതി വെച്ചിട്ടുണ്ട് സാർ, എൻ്റെ അവസ്ഥകളെല്ലാം വഖഫ് ബോർഡിൻ്റെ മെമ്പർമാർക്കും ചെയർമാനും, അതായത് ഇപ്പോൾ ഇരിക്കുന്ന സക്കീർ എന്ന് പറഞ്ഞ ചെയർമാൻ വളരെ ഹൃദയത്തിൻ്റെ ഉടമയാണ്, സത്യസന്ധതയാണെന്നാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്. അതുമല്ല മായിനും ഹാജി സാറും സൈനുദ്ദീൻ കുട്ടി സാറും ഒക്കെ വക്കീലുമാരാണ്. അവരും ഇതിനെപ്പറ്റി ഗവനിക്കുന്നു പൂർണ്ണ വിശ്വാസവും ഉണ്ട് എനിക്ക്. എന്നോടുള്ള വല്ല ശത്രുതയുണ്ടെങ്കിലും അവർക്ക് അതെല്ലാം നീക്കം ചെയ്തിട്ട് ഈ അബ്ദുൽ സത്താർ ഹാജി മൂസാൻ്റെ മകൾക്ക് ഈ വീട് കിട്ടാനുള്ള ഒരു സന്മനസ്, ഒരു മുസ്ലിമായ ഞങ്ങളെ കണക്ക് കൂട്ടി ഞങ്ങളുടെ വീതം, ഉപ്പാപ്പാൻ്റെ വീതം അവിടെ കിട്ടണതാണ്. എൻ്റെ വീട് 24 സെൻറ്റ് സ്ഥലം എനിക്ക് കിട്ടണം. ഈ 1 ഏക്കർ 16 സെന്റിൽ 24 കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ ഈ എല്ലാ അവകാശങ്ങളും അതായത് സത്താർ ഐലൻഡിൻ്റെ അവകാശവും വേണ്ട എനിക്ക് പള്ളുരുത്തിയിലെ അവകാശവും വേണ്ട, വരുമാനത്തിൻ്റെ ആയാലും അതിൽ നിന്ന് സ്വത്തുക്കളായാലും എനിക്ക് വേണ്ട, മട്ടാഞ്ചേരിയിലെ കെട്ടിടത്തിൻ്റെയും വേണ്ട, എനിക്കൊന്നും വേണ്ട. ഈ സ്വത്തുക്കളുടെ എല്ലാം വാടക വരുമാനങ്ങളെല്ലാം ഇപ്പോൾ വഖഫ് ബോർഡ് ആണ് ഇപ്പോൾ അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസേഴ്സായിട്ട് നോക്കുന്നത്. അതിനും എനിക്ക് തടസ്സമില്ല. എനിക്ക് എൻ്റെ ആവശ്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എൻ്റെ വീട് കിട്ടണം. അതായത് വഖഫ് ബോർഡിലെ റിപ്പോർട്ട് ഇപ്പോൾ ഇരിക്കുന്ന ഓഫീസർ വഖഫ് ബോർഡിൻ്റെ റിപ്പോർട്ട് കൊടുത്തതിലും പറയണം എന്താണ്, ഷംഷാദ് അവിടെ അതിക്രമിച്ച് കയറിയിരിക്കുന്നതാണ്. അബ്ദുൽ സത്താർ മൂസ സേട്ടിന്റെ വകയായിരുന്ന പഴയ സത്താർ ഐലൻഡും കുടുംബ ട്രസ്റ്റിൽ പെടുന്നതാണ്. എന്നാൽ ആ വസ്തു വിൽക്കുവാൻ വഖഫ് ബോർഡ് മുൻപ് ശ്രമം നടത്തിയിട്ടുണ്ട് എന്നും ഷംഷാദ് പറഞ്ഞു. സത്താർ ഐലൻഡിൽ ക്രയവിക്രയങ്ങൾ ചെയ്യാൻ പാടില്ല എന്ന് അബ്ദുൽ സത്താർ ഹാജി മൂസാൻ്റെ ട്രസ്റ്റിൻ്റെ ബി പട്ടികയിൽ ഉള്ള വസ്തുക്കൾ ക്രയവിക്രയങ്ങൾ ചെയ്യാൻ പാടില്ല എന്ന് പറഞ്ഞിട്ട് പോലും നിങ്ങളത് വിൽപ്പന നടത്താൻ വേണ്ടി സാങ്ഷൻ കൊടുത്തു. സത്താർ ഐലൻഡ് വിൽപ്പന നടത്താൻ വേണ്ടി വഖഫ് ബോർഡ് സാങ്ഷൻ കൊടുത്തു. അതായത് ഈ ട്രസ്റ്റിൻ്റെ മാനേജിങ് ട്രസ്റ്റി ആ കാലത്തുണ്ടായിരുന്ന, ബാപ്പയൊക്കെ മരിച്ചതിന് ശേഷം ഉണ്ടായിരുന്ന മാനേജിങ് ട്രസ്റ്റി വഖഫ് ബോർഡിൻ്റെ അധികാരികളെ പിടിച്ചിട്ട് ഈ സത്താർ ഐലൻഡിന് വരുമാനവും ഇല്ല, അത് നമുക്ക് തലവേദനയുള്ള പറമ്പാണ്, അത് കാരണം അത് വിൽപ്പന നടക്കാൻ വേണ്ടി അനുവാദം തന്നോന്ന് പറഞ്ഞപ്പോൾ വഖഫ് ബോർഡ് 95 അനുവാദം കൊടുത്തു. അപ്പോൾ ട്രസ്റ്റിൻ്റെ വിൽപ്പത്രം അവർ നോക്കാതെയാണ് അവർ ഈ കളി കളിച്ചത്. അന്ന് നോക്കണമായിരുന്നു, ക്രയവിക്രയങ്ങൾ ചെയ്യാൻ പാടില്ല. അപ്പോൾ അത് വിൽപ്പന നടത്തി.
അവസാനം പാലോളി മുഹമ്മദ് കുട്ടി സാഹിബിനോട് ഞാൻ വന്നിട്ട് ഈ വിൽപ്പന നടത്തിയതിന് തടയാൻ വേണ്ടി പാലോളി മുഹമ്മദ് കുട്ടി സാഹിബ് ഇന്നും ജീവനോടെ ഉണ്ട്. അദ്ദേഹത്തിനോട് എൻ്റെ ഹുസൈനി സെറ്റിൻ്റെ മോള് വന്നാന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ അങ്ങേര് പറയുമോ ഓർമ്മയുണ്ടെങ്കിൽ. ഞാൻ ചെന്ന് യാചിച്ചു പറഞ്ഞു, സാറേ ഇതെന്താണ് വഖഫ് ബോർഡ് കാണിക്കുന്നത്? അന്ന് വഖഫ് ബോർഡ് മന്ത്രിയാണ്. ക്രയവിക്രയങ്ങൾ ചെയ്യാൻ പാടില്ല എന്ന് പറഞ്ഞിട്ട് ഇത് വിൽപ്പന നടത്തിയല്ല. അന്ന് BN ജമാലാണ് CEO. അങ്ങേര് BN ജമാലിനെ നിർദ്ദേശിച്ചു പെട്ടെന്ന് ഒരു നടപടിയെടുത്ത് ഇത് അപ്പോൾ വഖഫ് ബോർഡിൻ്റെ വഖഫ് ട്രിബ്യൂണലിൻ്റെ കേസിൽ വഖഫ് ബോർഡ് ഹാജരായില്ല. അവിടെ വെച്ച് വിൽപ്പന നടത്താനുള്ള ഒരു സെറ്റിൽമെൻറ്റ് കോംപ്രമൈസിങ് ജഡ്ജിമെൻ്റ് ഉണ്ടാക്കിയ സമയത്ത് 21 അന്ന് വഖഫ് ബോർഡ് കക്ഷിയുണ്ടായിരുന്നേ. അന്ന് വഖഫ് ബോർഡ് മനഃപൂർവ്വം റിവേഴ്സ് ചെയ്തു, വന്നില്ല. എന്നിട്ട് ആ ഒരു ബേസ്മെൻറ്റ് കാണിച്ചിട്ടാണ് അവർ ഹൈക്കോടതിയിൽ കൊണ്ടുപോയി CRP ഫയൽ ചെയ്തത്. ഞാനും ഫയൽ ചെയ്തു. എൻ്റെ CRP നമ്പർ 481/2008 വഖഫ് ബോർഡിൻ്റെ 411/2008. ഇത് വന്നതിന് ശേഷം ആരെയൊക്കെ പോയി കണ്ടിട്ടുണ്ട്? ഈ വഖഫ് ബോർഡുമായിട്ട് ബന്ധപ്പെട്ടുള്ള നേതാക്കൾ, മന്ത്രിമാർ, അങ്ങനെയുള്ള പ്രമുഖരെ പോയി കണ്ടു? മന്ത്രിമാർ പാലോളി മുഹമ്മദ് കുട്ടി സാഹിബിനോട് ഞാൻ പറഞ്ഞു, പിന്നെ ജലീൽ സാറിനോട് പറഞ്ഞു, KT ജലീൽ. ഞാൻ കണ്ടപ്പോൾ ഗസ്റ്റ് ഹൗസിൽ വെച്ച് കാണേണ്ട ഒരു സന്ദർഭം വന്നു എനിക്ക്. വന്നപ്പോഴും അങ്ങേര് ഇങ്ങനെ ഒരു ആയിട്ട് അങ്ങോട്ട് നീങ്ങി അങ്ങോട്ട് പോയി. അതിനൊരു ഇനി എനിക്കൊരു പ്രതീക്ഷ മാത്രം ഇപ്പോൾ ഇരിക്കുന്ന അബ്ദുറഹ്മാൻ സാറ് ചെയ്യൂന്നുള്ള പ്രതീക്ഷ എനിക്കുണ്ട്. അദ്ദേഹത്തെ കണ്ടിരുന്നോ? കാണാൻ വേണ്ടിയുള്ള സന്ദർഭം കിട്ടിയിട്ടില്ല എനിക്ക്. എന്നെ ഈ പ്രേക്ഷകരുടെ മുമ്പിൽ ഞാൻ വരുമ്പോൾ ദയവ് ചെയ്ത് അബ്ദുറഹ്മാൻ സാറ് എന്നോട് സംസാരിക്കാനുള്ള സന്ദർഭം തന്നാൽ മാത്രം മതി. ഒരു മുസ്ലിമായി ജനിച്ച, മുസ്ലിം കമ്മ്യൂണിറ്റിയിൽ ജനിച്ച അബ്ദുൽ സത്താർ ഹാജി മൂസാൻ്റെ മകളുടെ വീടിന് മകൾക്ക് അവകാശമില്ലേ? അല്ല, കുടിയാന്മാർക്ക് കുടിയെടുപ്പ് അവകാശം 10 സെൻറ്റ് കൊടുക്കുന്നുണ്ട്. ഈ മകളായ എനിക്ക് തന്നൂടെ 24 സെൻറ്റ്? എൻ്റെ വീടും കൂടി അവർക്ക് വേണോ? അള്ളാഹു പറഞ്ഞിട്ടുണ്ട് മക്കളെ പുറത്താക്കാൻ. ഈ വിൽപത്രത്തിൽ എഴുതിയിട്ടില്ല സംരക്ഷിക്കണമെന്നാണ് ഉപ്പാപ്പ എഴുതിയേക്കണം. മക്കളെ പുറത്താക്കാൻ പറഞ്ഞിട്ടില്ല. ഫുൾ സെറ്റിൽമെൻറ്റ് ചെയ്യണമെന്നാണ് പറഞ്ഞേക്കണേ. ഒരു കുടിയൊഴിപ്പിക്കൽ ഭീഷണിയിൽ നിൽക്കുന്ന ഇതേപോലെ തന്നെയാണ് മുനമ്പത്തുള്ള 614 കുടുംബങ്ങളുടെ സ്വന്തം മകളായി എന്നെ പുറത്താക്കാൻ നോക്കുമ്പോൾ പിന്നെ ആ പാവപ്പെട്ടവരുടെ ജീവിതം നോക്കണം. ഞങ്ങളെ പുറത്താക്കാൻ നോക്കണം അവർ. അപ്പോൾ പിന്നെ അവിടെ ക്രിസ്ത്യൻസ് ഉണ്ട്, ഹിന്ദുസ് ഉണ്ട്, അവരെ പുറത്താക്കാൻ നോക്കണം. എവിടെ കണ്ണെത്തണ സ്ഥലമുണ്ട് അവിടെ എല്ലാം വരും കണ്ണ്. വിലപിടിപ്പുള്ള സ്വത്തുക്കൾ എവിടെ ഉണ്ടോ അവിടെ എല്ലാം കണ്ണോടി വരും. ഞാൻ എങ്ങനെ അതിക്രമിച്ച് കയറിയിരിക്കാൻ സാർ? ആ പാവങ്ങളായാലും എന്ത് അതിക്രമിച്ച് കയറിക്കണ്ടേ? നൂറ്റാണ്ടുകൾക്ക് മുമ്പുള്ള ആൾക്കാരാണ്. ഞാനും അതിക്രമിച്ച് കയറിയിരിക്കണമെന്ന് എനിക്ക് പ്രോസിക്യൂഷൻ. അതാ ഞാൻ ജനിച്ചത് ഇവിടെ. എൻ്റെ ചേച്ചി, മൂത്ത ചേച്ചി, മരിച്ചുപോയ ചേച്ചി, സഹോദരൻ, വേറെ സഹോദരി, ഇതൊന്നും വേണ്ട. മുംതാസിൻ്റെ മക്കൾ ഹോസ്പിറ്റലിലാണ് ജനിച്ചെങ്കിലും വളർന്നതും പഠിച്ചതും ഇവിടെയാണ്. ഇനി ഇതിനേക്കാളും മേലെ അച്ഛൻ മരിച്ചത്, വാപ്പ മരിച്ചത്, ഉമ്മയും മരിച്ചത്, എൻ്റെ ഉമ്മാനെ വിവാഹം കഴിച്ച് കൊണ്ടുവന്ന വീട്. അപ്പോൾ ഈ മണ്ണിന് ഞങ്ങൾക്ക് കിട്ടണ്ടേ? ഞങ്ങൾ ഈ മണ്ണിൻ്റെ മണം മണത്തവരാണ്. ഞങ്ങളുടെ ഈ കെട്ടിടം ഇരിക്കണ മണ്ണിൻ്റെ മണം ചെറുപ്പം മുതലേ മണത്തവരാണ് ഞങ്ങളുടെ മക്കൾ. അത് ഞങ്ങൾക്ക് കിട്ടണ്ടേ? ഞങ്ങൾ പ്രയാസപ്പെടണം, ഓരോ നിമിഷം പ്രയാസപ്പെടുന്നതുണ്ടല്ല. വഖഫ് ബോർഡിൻ്റെ അധികാരികൾ കാണണം, മന്ത്രിമാരറിയണം, സത്യങ്ങൾ മനസ്സിലാക്കി ബിൽപത്രം ഒന്ന് വായിച്ചു നോക്കണം. എന്തിനിങ്ങനെ കെട്ടിപ്പിടിച്ചിരിക്കണേ? ആർക്ക് കൊടുക്കാൻ? എന്ത് കോംപ്ലക്സ് പണിയാൻ? മക്കളെ പിടിച്ച് പുറത്താക്കിയിട്ട് കോംപ്ലക്സാ? അത് ഖുറാനിലുണ്ടാ? വഖഫ് ബോർഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മുസ്ലിം കമ്മ്യൂണിറ്റീൻ്റെ ഒരു സഹായിയാണ് മുസ്ലിങ്ങൾക്ക്. ഇത് സഹായം പോയിട്ട് ചവിട്ടണ മാതിരിയാണ് വന്നേക്കുന്നത്. മക്കളെ തിരിച്ചറിയാത്ത മനുഷ്യർ. BM ജമാലിനോട് ഞാൻ ചെന്ന് യാചിച്ച് കരഞ്ഞു പറഞ്ഞു. അദ്ദേഹം പറയണ എന്താ?
ഇത് വഖഫ. ഷംഷാദ് എന്ത് പറഞ്ഞാലും വഖഫ് ബോർഡിൽ രജിസ്റ്ററിൽ ചേർത്തില്ലേ, ഇത് വഖഫ. അങ്ങേര് പറഞ്ഞ കേൾക്കുന്നില്ല. ഈ ഒരു സംശയം ചോദിച്ചോട്ടെ, ഈ വഖഫ് ഫണ്ട് രജിസ്റ്ററിൽ ചേർക്കണമെങ്കിൽ ആരെങ്കിലും ഒരു അതെ സാറേ, ഇതില് വഖഫ് ബോർഡ് രജിസ്റ്ററിൽ ചേർക്കണമെങ്കിൽ നമ്മൾ എഴുതി കൊടുക്കണ ഒരു അപേക്ഷ ഫോറം ഉണ്ട്. അത് ഈ ട്രസ്റ്റിലുള്ള ആരെങ്കിലും എഴുതി കൊടുത്തിട്ടുണ്ടോ? ഇല്ല. അതായത് വാപ്പയുടെ കാലത്ത് നടന്ന സംഭവത്തിൽ വാപ്പ അവിടെ എഴുതി കൊടുത്തിട്ടില്ല. അങ്ങനെ ഒന്നും സംഭവം നടന്നിട്ടില്ല. പിന്നീട് വന്ന മാനേജിംഗ് ട്രസ്റ്റിമാർ ആരെങ്കിലും കൊടുത്തു? അങ്ങനെ എഴുതി കൊടുക്കാൻ പറ്റില്ലല്ലോ സാർ. അതായത് വഖഫ് ബോർഡ് രജിസ്റ്റർ വന്നത് 1961. ഞാൻ ആ രജിസ്റ്ററിൻ്റെ കോപ്പി ഉണ്ട്, വേണമെങ്കിൽ വീഡിയോ. ആ കോപ്പിയിൽ വാപ്പാടെ പേരും വാപ്പാടെ സഹോദരൻ്റെ പേരുമാണ്. ആ അപേക്ഷ ഫോറം എനിക്ക് വേണമെന്ന് പറഞ്ഞിട്ട് ഞാൻ ആവശ്യപ്പെട്ടിട്ടും വഖഫ് ബോർഡിൽ അതില്ല. അബ്ദുൽ സത്താർ ഹാജി മൂസ ഉള്ളത് ബിസിനസ്സുകാരനാണെങ്കിലും സത്യസന്ധനായിരുന്നു. ഇന്ന് അങ്ങേരുടെ പ്രാർത്ഥന കൊണ്ട്, ദുആ കൊണ്ട് ഞങ്ങൾ ഇന്നും ആ പേരിൽ നിലനിന്ന് പോണ സത്യം. അതായത് ഞാൻ പറഞ്ഞപ്പോൾ തന്നെ ഒരു ബാങ്ക് വന്നു, അത് തന്നെ അള്ളാഹുവിൻ്റെ കൃപയാണ്. ഇനിയിപ്പോൾ ഈ വീട് മാത്രം മതി, വേറെ ഒന്നും ഞങ്ങൾക്ക് സാറേ, എനിക്ക് ഇനി വേറെ ഒന്നും വേണ്ട. ഞാൻ അന്നും പറഞ്ഞ ഒരു വാക്ക്, വഖഫ് ബോർഡിന് മുമ്പിൽ ഞാൻ പറഞ്ഞ വാക്ക് അത് തന്നെയാണ്. ഇപ്പോഴത്തെ മന്ത്രി വിചാരിക്കുകയാണെങ്കിൽ കാര്യം നടക്കാം എന്നല്ലേ? മന്ത്രി അബ്ദുറഹ്മാൻ സാറ് വിചാരിച്ചാൽ 5 മിനിറ്റ് കൊണ്ട് തീരാനുള്ള പ്രശ്നമുള്ളൂ. ഇത് ദയവ് ചെയ്ത് അങ്ങേരിക്ക് നല്ലൊരു മനസ്സ് അള്ളാഹു കൊടുക്കട്ടെ എന്നുള്ള ദുആ മാത്രമേ ഉള്ളൂ ആശ്രയം. ഈ മണ്ണ് എൻ്റെ ഉപ്പ അബ്ദുൽ സത്താർ ഹാജി മൂസാൻ്റെയാണ്. ഈ മണ്ണിൻ്റെ മണം ഞങ്ങൾ ശ്വസിച്ചിട്ടുള്ളതാണ്. ഈ മണ്ണിലിരിക്കുന്ന കെട്ടിടം ഞങ്ങൾക്ക് സ്ഥലം ഞങ്ങൾക്ക് കിട്ടണം. ഇത് മാത്രമേ ഉള്ളൂ അള്ളാഹുവിനോട് ദുആ. ഈ മണ്ണിനെ പിടിച്ച് ഞാൻ സത്യം ചെയ്യണ, ഈ മണ്ണ് ഞങ്ങൾ വിട്ടു കൊടുക്കില്ല. ഞങ്ങൾക്ക് സത്യവും നീതിയും കിട്ടണം. വഖഫ് ബോർഡ് മന്ത്രി ഇതിൻ്റെ സത്യാവസ്ഥ അറിയണം. വഖഫ് ബോർഡിലെ ഉദ്യോഗസ്ഥന്മാരും മെമ്പർമാരും ചെയർമാനും ഈ മണ്ണ് ഞങ്ങൾക്ക് തരണം. ഞങ്ങളുടെ 24 സെൻറ്റ് സ്ഥലമുണ്ട്, അത് ഞങ്ങൾക്ക് വിട്ടു തരണം. വഖഫ് നിയമത്തിൻ്റെ നൂലാമാലകളിൽപ്പെട്ട് അലയുന്ന ഒരുപാട് കുടുംബങ്ങൾ, ഈ ഷംസാദ് എന്ന് പറയുന്ന 68 വയസ്സുള്ള വീട്ടമ്മ അവിവാഹിതയാണ്. അവരുടെ സഹോദരൻ അവിവാഹിതനാണ്. 2 ആത്മാവുകളാണ് അവരുടെ നീതിക്ക് വേണ്ടി, അവരുടെ പിറന്ന മണ്ണിന് വേണ്ടി പോരാടും. ഈ പോരാട്ടം ഫലപ്രാപ്തിയിലെത്തണമെന്നുണ്ടെങ്കിൽ ഇപ്പോഴത്തെ വഖഫ് മന്ത്രി, അതിനോടൊപ്പം തന്നെ സർക്കാർ കനിയേണ്ടതുണ്ട്. സർക്കാർ വിചാരിച്ചാൽ ഇവർക്ക് ഈ മണ്ണിൽ സമാധാനത്തോടെ അന്തി ഉറങ്ങാൻ കഴിയും. പിതാവും അതിനോടൊപ്പം തന്നെ പിതാവിൻ്റെ പിതാവും മാതാവും ഒക്കെ തന്നെ ജീവിച്ച് മരിച്ച ഈ മണ്ണിൽ അവർക്കും സമാധാനത്തോടെ മുന്നോട്ട് പോകാൻ സാധിക്കും.